ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ 10 ഗ്യാരണ്ടികളും നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ച 10 ഗ്യാരണ്ടികൾ ഏതൊക്കെയാണ് നോക്കാം. ഗ്യാരണ്ടി നമ്പർ 1, രാജ്യത്ത് എല്ലാ പാവപ്പെട്ടവർക്കും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും. എല്ലാവർക്കും 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഗ്യാരണ്ടി നമ്പർ 2, എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കും. സ്വകാര്യ സ്കൂളുകളിലേക്കാളും മികച്ച വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. ഗ്യാരണ്ടി നമ്പർ 3, എല്ലാവർക്കും സൗജന്യ ചികിത്സയും മികച്ച ചികിത്സാ സൗകര്യവും ഒരുക്കും. സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തും. എല്ലാ ഗ്രാമങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കും. ജില്ലാ ആശുപത്രികളെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഉയർത്തും. ഗ്യാരണ്ടി നമ്പർ 4, ചൈന കയ്യേറിയ ഇന്ത്യയുടെ സ്ഥലം തിരിച്ചുപിടിക്കും. ഇതിനായി നയതന്ത്ര തലത്തിലും പ്രതിരോധ തലത്തിലുമുള്ള ഇടപെടലുകൾ നടത്തും. സൈന്യത്തിന് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. ഗ്യാരണ്ടി നമ്പർ 5, അഗ്നിവീർ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കും. നിലവിൽ അഗ്നിവീർമാരായി സൈന്യത്തിൽ പ്രവേശിച്ചവർക്ക് സ്ഥിര ജോലി നൽകും. സൈന്യത്തിൽ കരാർ ജോലി പൂർണ്ണമായും അവസാനിപ്പിക്കും. ഗ്യാരണ്ടി നമ്പർ 6, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കും. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി ശുപാർശ ചെയ്ത തരത്തിലുള്ള താങ്ങുവിലയാകും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുക. ഗ്യാരണ്ടി നമ്പർ 7, ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും. ഇത് സംബന്ധിച്ച് ഡൽഹി നിവാസികളുടെ ദീർഘകാല ആവശ്യം നിറവേറ്റും. ഗ്യാരണ്ടി നമ്പർ 8, തൊഴിലില്ലായ്മ നേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രതിവർഷം പുതിയ 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. തൊഴിലില്ലായ്മ എന്നേക്കുമായി തുടച്ചു നീക്കുമെന്നും ഗ്യാരണ്ടി നമ്പർ 9, അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കും. BJPയുടെ വാഷിംഗ് മെഷീൻ നയമാണ് അഴിമതിക്ക് കാരണമാകുന്നത്. അത്തരം നയങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കും. ഗ്യാരണ്ടി നമ്പർ 10, GST ലഘൂകരിക്കും. PMLAയുടെ പരിധിയിൽ നിന്ന് GST ഒഴിവാക്കും. ഉൽപ്പാദന മേഖലയിൽ ചൈനയെ മറികടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും.